കേരള ആൻഡ് സ്കോട്ട്ലാൻഡ് ലവ്. ഞാൻ പഠിക്കാൻ പോയതാ. പഠിക്കാൻ വിട്ടതാ, വീട്ടുകാർ പഠിക്കാൻ വിട്ടതാണല്ലേ? അന്ന് വിട്ടിട്ട് ഇന്നാണോ വരുന്നേ? 5 വർഷം മുമ്പ്. 5 വർഷം മുമ്പ് പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നത് കൊച്ചുമായിട്ടാണ്. കൊച്ചും വൈകുന്നേരം എനിക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കണം, ഒരു കുടുംബം ആവണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. Same like her, she wanted to be like married. I'm just getting to know him. He's so gentle. Okay. Like his personality, and you could just trust him straight away. പ്രോപ്പറായിട്ട് ഡേറ്റിങ് തന്നെ ചെയ്ത് ഫസ്റ്റ് ഡേയിൽ ഞാൻ ഇവിടെ വീട്ടിൽ പോയി കയ്യിലൊരു ഫ്ലവറൊക്കെ ആയിട്ട് ചെന്ന് യെസ് പ്രോപ്പർ ഡേറ്റിംഗ്. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിലുള്ളൂ ഒരാളെ സ്നേഹിക്കുമ്പോ ജാതകവും കുലവും അല്ലേ. 2-3 days കഴിഞ്ഞിട്ട് വീടും പരിസരമൊക്കെ കാണിച്ചു പറഞ്ഞു ഇതെന്താ എവിടെയാന്ന് വെച്ചു പറഞ്ഞു ഇതുപോലെ മാറി താമസിക്കാം. എല്ലാവരും അമ്മമാരെ പോലെ തന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. അത് എൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമുക്കൊന്നും ശരിയല്ല. എല്ലാവർക്കും അറിയാമല്ലോ, പേടിയാണ് ആൾക്കാർ താമസിക്കുന്നത് നമ്മുടെ നാട്ടിൽ. അവരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. How was your marriage? Oh, it was amazing. Amazing. Yeah. I love the sari. I love wearing the sari. It was beautiful. ഈ റീൽസ് കണ്ടതിന് ശേഷം ഒരുപാട് പേര് ഇൻബോക്സിൽ ചോദിച്ചു വന്നിട്ടുണ്ടാവണം. ഒന്നും ചോദിച്ചില്ല. എനിക്കൊക്കെയുള്ള മെസ്സേജ് വന്നേക്കുന്നത് നമുക്ക് ഹായ് ഏഞ്ചൽ, ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ. മറ്റേ നമ്മുടെ നാട്ടിൽ ചോദിക്കുന്ന പോലെ എടാ മോനെ നിനക്ക് എന്നാ ശ്രീധനം കിട്ടി. She's asking for dowry. Oh, we don't do that. സ്കോട്ട്ലൻഡിൽ നിന്ന് വന്ന് അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം നടത്തിയ കുഞ്ഞ് കൊച്ചാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഇമജൻ എന്നാണ് പേര്. നമുക്ക് അവരുടെ അച്ഛനും അമ്മേനെ വെൽക്കം ചെയ്യാം. ഹായ്, നമസ്കാരം. നമസ്കാരം. ഒറ്റ മിനിറ്റ് ഞാൻ കുഞ്ഞിനെ കൊടുക്കണേ, ഇല്ലെങ്കിൽ കക്ഷി കിടന്ന്. കേൾപ്പുള്ളി. ഓക്കെ. മനു പേര് അല്ലേ? വൈഫിൻ്റെ പേര് കെൽസി. സ്കോട്ട്ലാൻഡ്. ഞാൻ നിങ്ങളുടെ റീല് കണ്ടു. അപ്പം ഞാൻ ആലോചിച്ചു വിദേശികളായിരിക്കും. നമുക്കിങ്ങനെ ഇൻസ്റ്റയിൽ റീല് വരുമ്പോൾ വിദേശികളാണെന്ന് വിചാരിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നീട് നോക്കിയപ്പോഴാണ് സാരിയൊക്കെ കൊടുത്ത് കണ്ട്. അപ്പോൾ ഓർത്ത് ഇനി വിദേശി ആരെങ്കിലും വെഡ്ഡിങ് ഡെസ്റ്റിനേഷന് കേരളത്തിലേക്ക് വന്നതാണോ പറയാൻ പറ്റില്ലല്ലോ. അപ്പം നോക്കിയപ്പോൾ കുഞ്ഞിനെയും കൂടെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു കുഞ്ഞുള്ള ഒരു സ്ത്രീക്ക് ജീവിതം കൊടുത്തതാണ്. അങ്ങനെയൊക്കെ കുറെ തെറ്റിദ്ധരിച്ചു. She thought that you have a baby and I just married with your baby. No. After that I recognized this is your daughter and right now she has 10 months. Yes. Okay. Malayalam and Kerala and Scotland love. ഞാൻ പഠിക്കാൻ പോയതാ. പഠിക്കാൻ ശരി. നിങ്ങൾ ലിവിങ് ടുഗദർ 3 വർഷം താമസിച്ചു. യെസ്, ഓൾമോസ്റ്റ്. എന്നിട്ട് എങ്ങനെയാ വീട്ടിൽ പറഞ്ഞത്? എൻ്റെ പെങ്ങന്മാർക്ക് അറിയായിരുന്നു, അനിയത്തിമാർക്ക് അറിയായിരുന്നു. അവർക്ക് ഞാൻ അവിടെ കൂടെ മൂവ് ചെയ്തൊന്നും അറിയില്ല. പെങ്ങന്മാർക്ക് അറിയാം ഞാൻ ഇതുപോലെ ആളെ ഡേറ്റ് ചെയ്യുന്നു. പിന്നെ മൂവ് ചെയ്ത ഒരു പ്രാവശ്യം എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്യല്ലോ വീട്ടിൽ നിന്ന്. അപ്പം മാക്സിമം ഞാൻ എങ്ങും പോകാണ്ടിരുന്ന് പറ്റില്ല. ഒരു 2-3 days കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം കാണിച്ചു കൊടുത്തു, വീടും പരിസരമൊക്കെ കാണിച്ചു കൊടുത്തു. പറഞ്ഞു ഇതെന്താ എവിടെയാന്ന് വെച്ചു പറഞ്ഞു ഇതുപോലെ മാറി താമസിക്കാം. എല്ലാവരും അമ്മമാരെ പോലെ തന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. അമ്മയും അച്ഛനൊന്നും പറയില്ല. അച്ഛൻ ചിരിച്ചിട്ട് അതെന്തെങ്കിലും കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും. അമ്മ അത് വേണ്ട മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇന്റർവ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ വിസയൊക്കെ കെയർ ഹോം വിസയൊക്കെ സ്റ്റാർട്ട് ആയത്. ദെൻ ഐ ഗോട്ട് ഇന്റർവ്യൂ സ്കോട്ട്ലൻഡിൽ. അവിടെ ഇട്ട് മാറി ഷി വാസ് വർക്കിംഗ് ദേ. ഹോം കെയറിൽ തന്നെ ആദ്യം വർക്ക് ചെയ്യുന്നു. ഞാൻ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ നൈറ്റ് ഷിഫ്റ്റിലോട്ട് പോയപ്പോഴത്തേക്കും ഷി വാസ് വർക്കിംഗ് വിത്ത് മീ. അല്ല, എനിക്ക് ചിരി വരുന്ന വെച്ചാൽ നമ്മൾ പണ്ട് പറയല്ല നാട് വിട്ടുപോയ മകൻ തിരിച്ചു വരുന്നത് മറ്റേ സിനിമയിലൊക്കെ കാണത്തില്ലേ, 90കളുടെ സിനിമയിലൊക്കെ അച്ഛ അമ്മയെ എന്റെ ആരെയും കുഞ്ഞു. Did you understand what we are saying? Some of it. Okay. ചിലതൊക്കെ മനസ്സിലാവും, പറയാൻ പറ്റില്ല. തിരിച്ചു അങ്ങനെയാണ്. പിന്നെ അവിടെ കണ്ടു, ആദ്യം കുറച്ച് നാൾ ഡേറ്റ് ചെയ്തു. പിന്നെ സെറ്റാ നമുക്ക് പറ്റിയ ഒരാളാണെന്ന് തോന്നി. പിന്നെ ഒരുമിച്ച് താമസിച്ചു. ആക്ച്വലി ഇപ്പം ഒരുപാട് വിദേശികൾ മലയാളികളെ സ്നേഹിക്കുകയും കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യും. മലയാളികൾ മാത്രമല്ല, ഇന്ത്യൻസിന് എന്ന് വെച്ചാൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇന്ത്യൻസ് അവർ കുറേ കൂടെ പ്രിഫർ ചെയ്യുന്നുണ്ട്. അവർ കുറേ കൂടെ അവർക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കൾച്ചർ, ഫുഡ് എല്ലാം കൂടെയൊക്കെ നോക്കിയിട്ടായിരിക്കണം അവർക്ക് ഭയങ്കര താല്പര്യം. ഞാൻ ഒരുപാട് പേരെ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്ക് ഭയങ്കര താല്പര്യം. പക്ഷേ ഇവരെങ്ങനെ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നത്? കാരണം
അവരിതുവരെ കണ്ടിട്ടില്ല, അവരുടെ കൾച്ചറല്ല, നമ്മൾ കുറച്ചുകൂടി ഒരു ഇതാണ്. നമ്മുടെ വീട്ടിൽ പിന്നെ നമ്മുടെയൊക്കെ ഫാമിലിയിൽ ആദ്യമൊക്കെ ഒരു എതിർപ്പാണെന്ന് പറഞ്ഞാൽ എത്രയെന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ അക്സെപ്റ്റ് ചെയ്യും. അതായത് വിദേശത്ത് Better ask her that question. She's asking, how did you trust me when you start dating me? Like, I'm from different country. Yeah. You don't know me anything. We just got to know each other. Like, he gave me no reason not to trust him. I'm So just we- getting to know him. He's so gentle. Okay. Like his personality, and you could just trust him straight away. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിലുള്ളൂ ഒരാളെ സ്നേഹിക്കുമ്പോൾ ജാതകവും വീട്ടഡ്രസ് പ്രോപ്പർ ആയിട്ട് ഡേറ്റിങ് തന്നെ ചെയ്ത് ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യില്ലേ. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. ലൈക്ക് ത്രൂ ഔട്ട് കുറേ നാൾ വർക്ക് ചെയ്ത് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഒരു പ്രോപ്പർലി ഫസ്റ്റ് ഡേയിൽ ഞാൻ ഇവളുടെ വീട്ടിൽ പോയി കയ്യിലൊരു ഫ്ലവറൊക്കെ ആയിട്ട് ചെന്ന് യെസ് പ്രോപ്പർ ഡേറ്റിംഗ്. They were beautiful. ക്രിസ്ത്യൻ മാട്രിമോണിയിലെ നമ്മൾ ആലിക്കുന്ന സമയമാറ്റം വരും. അപ്പം അതെല്ലാം ഇവിടെ കാണുന്നു നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ മലയാളീസ് കൂടെ 3-4 മലയാളീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ സാധാരണ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ വർക്ക് ആണെന്ന് പറഞ്ഞു. ദെൻ ഷീ നോസ് എവറിത്തിങ് ലൈക്ക് വാട്ട് വി ഡൂയിങ് ആൻഡ് എവറിത്തിങ്. ദെൻ വൺ ഡേ വി സ്റ്റാർട്ടഡ് ഓക്കെ വി ക്യാൻ ഡു ഇറ്റ്. എന്നിട്ടിപ്പോൾ നിങ്ങൾ ലിവിങ് ടുഗദർ എടുത്തോ അതോ അവിടെ മാരി ചെയ്തോ? നോ ലിവിങ് ടുഗദർ ആണ്. ലിവിങ് ടുഗദർ ആണ്. ഫസ്റ്റ് ഒരു ആഫ്റ്റർ ഡേറ്റ് ചെയ്തിട്ട് ഒരു ആഫ്റ്റർ 6 months ഞങ്ങൾ ഒരു ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. അപ്പം നമ്മൾക്കിപ്പോൾ ഇവരുടെ ഫാമിലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ. എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഞാൻ ഡേറ്റിന് പോകുന്നത് ഇവളുടെ വീട്ടിൽ പോയിട്ടാണ് വിളിക്കുന്നത്, മീൻസ് പിക്ക് ചെയ്യുന്നത്. ഒരു സ്റ്റോറിയാണ്. ഫസ്റ്റ് ഡേ അവൾക്ക് മാത്രമല്ല നമുക്കും വേണ്ട ഒരു ട്രസ്റ്റ്. നമ്മുടെ ഫാമിലിനെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ കൾച്ചർ അക്സെപ്റ്റ് ചെയ്യുക നമുക്കറിയണ്ടേ. അപ്പോൾ ഐ നോ ഷെയർ നമ്മുടെ ഒരു കൈൻഡ്നെസ്സും നമ്മൾ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാലോ ഒരു കൈൻഡ്നെസ്സും അതും ഇതൊക്കെ. സോ ബട്ട് ദെൻ സ്റ്റാർട്ടഡ് ഡേറ്റിംഗ് എക്സസൈസ്. ഡേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്, ആളുടെ സ്വഭാവം ശരിക്കും അറിയുന്നത് ഡേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ പ്രോപ്പർലി ഫസ്റ്റ് ഡേയിൽ ഞാൻ ഇവളുടെ വീട്ടിൽ പോയി കയ്യിലൊരു ഫ്ലവറൊക്കെ ആയിട്ട് ചെന്ന് യെസ് പ്രോപ്പർ ഡേറ്റിംഗ്. They were beautiful. Yeah, I didn't know how to pick a flower, so first time so ഞാൻ ആദ്യമായിട്ട് പോയത് ടെസ്കോ എല്ലാം ഡ്രസ്സിൽ പോയിട്ട് അവിടുത്തെ അമ്മച്ചി ഒരു പുള്ളിക്കാരി വന്ന് ഫ്ലവർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിരുന്ന് ഇങ്ങനെ തപ്പോ ഏത് പിക്കാണ്, ഇത് പിക്കാണ്, അത് പിക്കാണ്. പുള്ളിക്കാരി എനിക്ക് പറഞ്ഞു ഇത് മേടിച്ചിട്ട് പോകും. എല്ലാം ഇങ്ങനെ അവർ തന്നെ നമുക്ക് എക്സ്പെൻസീവ് വണ്ണമുണ്ട് ചീപ്പ് വണ്ണമുണ്ട്. അപ്പം നമ്മളിപ്പം ഫസ്റ്റ് ഇതില്ല, അപ്പം നമ്മൾ എക്സ്പെൻസീവ് വണ്ടിയിലോട്ട് പോവുക, അത് മേടിച്ചാലായിരിക്കും ചിലപ്പോൾ ഇമ്പ്രസ് ആവാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞു അതൊന്നും ആവശ്യമില്ല, ഇത് മേടിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാരി എനിക്ക് ഫ്ലവർ പിക്ക് ചെയ്ത് തന്നു. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി. സോ ഹെർ മാം, അവളുടെ അമ്മയും പെങ്ങന്മാരും ജനലിനകത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ മീ ടു കം ടു പിക്ക് ഹെയർ. ഷീ സോ ഫസ്റ്റ് മീ ബിഫോർ ഹി. അവളുടെ വീട്ടിലാണ് പോയി പിക്ക് ചെയ്യുന്നത്. ആ ഫ്ലവറൊക്കെ പുള്ളിക്കാരി കണ്ടപ്പോൾ തന്നെ പറഞ്ഞു she took the flower like it's for me. It stays in because ഇവള് വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം അതിനുവേണ്ടി മാത്രമായിട്ട് ഇവള് റെഡി ആവാൻ വേണ്ടി വീട്ടിലേക്ക് വന്നത്. ഞാൻ പിക്ക് ചെയ്ത് പോയി ഡിന്നർ കഴിച്ച്. ഇവിടെ നിന്നൊക്കെ ഡേറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇപ്പൊ അത് കോമൺ ആയിട്ട് വരുന്നുണ്ട് ആ വാക്കുകളൊക്കെ. പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ കൂടെ ബൈക്കിൽ പോകുന്നതോ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പേരാണ് പ്രശ്നം. ഡേറ്റിംഗ് എന്ന് നമ്മൾ കാണാൻ പോകുന്ന പറയുന്നു ശരിക്കും അതാണ്. അവർ ഡേറ്റിംഗ് എന്നത് പറയുന്നതേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് അതാണ് പേര്. നമ്മൾ കാണാൻ പോകും, എന്നെ ഒരു കൊച്ചിനെ കാണാൻ പോകുന്നു പണ്ട് പറയില്ലേ, പണ്ട് പറയും. അതുപോലെ തന്നെ ഉള്ളൂ. ഞാൻ എന്നെ ശരി, നിങ്ങൾ ലിവിങ് ടുഗദർ 3 വർഷം താമസിച്ചു. യെസ് ഓൾമോസ്റ്റ്. എന്നിട്ട് എങ്ങനെയാ വീട്ടിൽ പറഞ്ഞത്? എൻ്റെ പെങ്ങന്മാർക്ക് അറിയായിരുന്നു, അനിയത്തിമാർക്ക് അറിയായിരുന്നു. അവർക്ക് ഞാൻ അവിടെ കൂടെ മൂവ് ചെയ്തൊന്നും അറിയില്ല. പെങ്ങന്മാർക്ക് അറിയാം ഞാൻ ഇതുപോലെ ആളെ ഡേറ്റ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ. പിന്നെ മൂവ് ചെയ്ത ഒരു പ്രാവശ്യം എല്ലാ ദിവസം വീഡിയോ കോൾ ചെയ്യല്ലേ വീട്ടിൽ നിന്ന്. അപ്പം മാക്സിമം ഞാൻ എങ്ങും പോകാണ്ടിരുന്ന് പറ്റില്ല. ഒരു 2-3 days കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം കാണിച്ചു കൊടുത്തു, വീടും പരിസരമൊക്കെ കാണിച്ചു കൊടുത്തു. പറഞ്ഞു ഇതെന്താ എവിടെയാന്ന് വെച്ചിട്ട് പറഞ്ഞു ഇതുപോലെ മാറി താമസിക്കാം. എല്ലാവരും അമ്മമാരെ പോലെ തന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. അമ്മയും അച്ഛനൊന്നും പറയില്ല. അച്ഛൻ ചിരിച്ചിട്ട് അതെന്തെങ്കിലും കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും. അമ്മ അത് വേണ്ട മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമുക്കൊന്നും ശരിയല്ല. എല്ലാവർക്കും അറിയാമല്ലോ പേടിയാണ് ആൾക്കാർ താമസിക്കുന്നത് നമ്മുടെ നാട്ടിൽ. അവരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരെ അറിഞ്ഞതും കേട്ടതും ഉള്ള കാര്യങ്ങൾ അവർക്കുണ്ട്. എല്ലാവരെ പോലെ എനിക്കും ഉണ്ടായിരുന്നു അഫയറും അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയിട്ടാണ് മാരേജ് മാട്രിമോണിയിൽ തപ്പി നടക്കുന്ന സമയത്താണ് ഇതൊക്കെ ആയത്. അപ്പം പിന്നെ ദേ ഓൾസോ വെരി ഡെസ്പറേറ്റ് ടു ഗെറ്റ് മീ മാരേജ്. അപ്പോൾ
പിന്നെ അതൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്കൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാ കാര്യത്തിലും ഹാപ്പി വിത്ത് മീ. അവർ പറഞ്ഞു എനിക്കിപ്പോൾ ഇഷ്ടമാണെങ്കിൽ ആ ഒരു ഫാമിലി എപ്പോഴും ഒരു നമ്മളെ സംബന്ധിച്ച് വിദേശികളെല്ലാവരും വെള്ളക്കാരാണ്. നമുക്ക് ബ്രിട്ടീഷ് നമ്മൾ അങ്ങനെയാണ്. നമ്മൾക്ക് അയ്യോ വിദേശിയെ കിട്ടി എന്നുള്ളതാണ്. ഇപ്പം ഇവരെ സംബന്ധിച്ച് നമ്മളും വിദേശിയാണ്. പക്ഷെ നമ്മൾക്ക് ഇതിലിപ്പം പറഞ്ഞ പോലെ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചു. ഇപ്പം അവരുടെയൊക്കെ നാട്ടിൽ ഇപ്പം ഡേറ്റിങ്, ഒന്നിച്ച് ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുക, അതൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ അതവരുടെ ഒരു പ്രോസസ്സാണ്. ലൈഫിൽ അങ്ങനെ കൾച്ചർ അങ്ങനെയാണ്. പക്ഷേ ഈ ലിവിങ് ടുഗദറിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ലൈക്ക് ഇപ്പൊ നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളണം പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊരു വിവാഹത്തിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ. പിന്നെ നിങ്ങൾ 3 വർഷം കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുള്ളി കേരളത്തിൽ വന്ന് വിവാഹം കഴിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അങ്ങനെ ഒരു ഇപ്പം ഞാനും ഫസ്റ്റിൽ ഡേറ്റിങ്ങിന് പോകുമ്പോഴത്തേക്കും ഐ ഡിഡ് സെറ്റ് അവളുടെയൊക്കെ പറഞ്ഞു വർക്കൗട്ട് ആവില്ല എന്ന് അറിയില്ല, ബട്ട് വിൽ ട്രൈ. അതിപ്പം സംഭവിച്ചിരുന്നെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഹാപ്പൻ എന്നുള്ള രീതിയിൽ ഞാൻ മാറിയാണ്. I think it's the same for her as well. She was asking. I just think we knew instantly, and then we just. Yeah, if she's asking. Yeah, if it didn't. Yeah. If it didn't. Just move on. നോ പ്രോബ്ലം. ഞാൻ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് നിങ്ങളുടെ കല്യാണം കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആദ്യം പറഞ്ഞ ക്ലീഷ ഡയലോഗാണ്, അച്ഛ അമ്മ ഇതേ നിൽക്കുന്നു എൻ്റെ അമ്മയെ അല്ല എൻ്റെ. നമ്മൾ ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിലവർ കല്യാണം കഴിക്കണം എന്നൊരു നമ്മൾ കല്യാണം എല്ലാവർക്കും കല്യാണം കഴിക്കണമെന്ന് അവിടെ ആഗ്രഹമൊന്നുമില്ല. ഇപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ലൈക്ക് 60-70 വയസ്സുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉള്ളവർ അവരിതുവരും കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല. അവർ കല്യാണം വെച്ചാൽ അവർ എക്സ്പെൻസ് ആണെന്ന് പറയാം. അത് ബേർഡൻ ആണ്, എക്സ്പെൻസ് ആണ്. അവർക്ക് സിവിൽ പാർട്ട്ണർഷിപ്പായിട്ട് നിൽക്കുക അവിടെ. കല്യാണം എന്നുള്ളൊരു കൺസെപ്റ്റ് ചിലവർക്ക് ഇഷ്ടമുള്ളൂ, ചില കുട്ടികളിന് ഇഷ്ടമില്ല. സോ വെൻ വി സീയിങ് ലൈക്ക് അവർ തോട്ട്സ് ആർ ഡിഫറെൻറ്റ്. ലൈക്ക് ഒരുപോലെ ആയിരുന്നു മോസ്റ്റ്ലി. ലൈക്ക് എനിക്ക് കല്യാണം അതൊരു എങ്ങനെ കയറി നടത്തില്ല, അതൊരു എനിക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കണം ആവണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സെയിം ലൈക്ക് ഹെയർ ഷീ വാണ്ടഡ് ടു ബി ലൈക്ക് മാരീഡ്. ഓക്കെ കിഡ്സ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിക്കാൻ ലിവിങ് ടുഗദറിലിരുന്നു. ഇപ്പോൾ വീട്ടുകാരോട് പറഞ്ഞു, ഓട്ടോമാറ്റിക്കലി പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞായ വിവരം പറഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി അവർക്ക് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ വന്നില്ല. ഭയങ്കര സങ്കടമായിരുന്നു. ഇത് കുഞ്ഞുണ്ടാകുമ്പോൾ നമുക്ക് കൊണ്ടുവരാനുള്ള പാട്. ഇപ്പം ഞങ്ങളിവിടെ കല്യാണം കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഡേറ്റ് ഒക്കെ അതിന് മുമ്പേ ഞങ്ങൾ എൻഗേജ്ഡ് ആയിരുന്നു. കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ എൻഗേജ്ഡ് ആയി. ഒരു ആഫ്റ്റർ 1 ഇയർ പ്രപ്പോസ്ഡ്, ഒരു പ്രോപ്പർ എൻഗേജ്ഡ് ആയി. അത് കഴിഞ്ഞ് കല്യാണം പിന്നെ എപ്പോഴേലും എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ടൈം പ്രഗ്നന്റ് ആ ഒരു ഇതൊന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. വീട്ടിൽ പറഞ്ഞു ദേവർ ഹാപ്പി. അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അവൾക്ക് പേടിയായിരുന്നു നാട്ടുകാരെന്ന് പറയും. നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുകയും കൾച്ചർ കാണുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും അല്ല. പിന്നെ ഞാൻ പറഞ്ഞു വീട്ടുകാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും സന്തോഷമാണ്. അതും പിന്നെ നമ്മൾ അവർക്കും അങ്ങനത്തെ കാര്യങ്ങൾ പറയും. ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ള പോലെ അവർക്കും ഉണ്ടൊരു നമ്മൾ എന്തൊക്കെ ചെയ്തത് എത്ര വലിയ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അല്ലാണ്ട് അവർ കൾച്ചറിൽ നമ്മൾ ഒരുപാട് മറ്റുള്ളവർ എന്നു പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ നാട്ടിൽ വന്നിട്ട് ഞാൻ 5 വർഷം ഇങ്ങനെ വന്നിട്ട് അപ്പം എൻ്റെ കൂടെ ഇവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അവിടെ പോയി നിൽക്കാനോ ഇവരെയും നോക്കണം അവരെയും നോക്കണം മാനേജ് ചെയ്യാൻ. പക്ഷേ ഫാമിലി എൻ്റെ അപ്പനും അമ്മയൊക്കെ അത് അറിഞ്ഞിട്ട് എങ്ങനെ പെരുമാറണം അവർക്കറിയാം. How was your marriage? Oh, it was amazing. Amazing. Yeah. Wedding gown, you look very beautiful. Stunning. Like, very beautiful. നല്ല രസമുണ്ടായിരുന്നു. I love the sari. I love wearing the sari. Yeah. It was beautiful. Okay. ഈ വെഡ്ഡിങ്ങിൽ ഇവരുടെ ഇംഗ്ലീഷ് വെഡ്ഡിങ് നമ്മളവിടെ കണ്ടിട്ടില്ലേ? എനിക്കും അറിയത്തില്ല. ഫസ്റ്റ് ടൈമിലാണ് ഞാൻ പോയി അറ്റൻഡ് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. 3 വർഷം ഇംഗ്ലീഷ് വെഡ്ഡിംഗ് ആയിരുന്നു. പ്രോപ്പർ ഇംഗ്ലീഷ് വെഡ്ഡിംഗ് ആണ് ഫസ്റ്റ് ചെയ്തത്. ഇംഗ്ലീഷ് വെഡ്ഡിങ്ങിൽ പ്രേയർ അങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ പള്ളി അങ്ങനെ ആണെങ്കിൽ അഫിലിയേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാവും, അഫിഷിയേറ്റ് ചെയ്യുന്നത് ആ പുള്ളി ആണ് ചെയ്യുക. ടൈം ഇല്ലാത്തതുകൊണ്ട് മാത്രം അത് ചെയ്യാണ്ട് രജിസ്റ്റർ മാരേജിൽ നമ്മൾ ചെയ്ത്. അപ്പം ഈ പ്രോപ്പർ വെഡ്ഡിങ്ങിൽ ഇപ്പം നമ്മുടെ ആൾക്കാരെ രണ്ടുപേരുണ്ട്. ഇവരുടെ ആകെ കുറച്ച് പേര് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 12 ക്ലോസ് ഫാമിലി മാത്രമേ അവളുടെ ഇവിടെ വന്നിട്ടുള്ളൂ. അവളുടെ ഫാദറിൻ്റെ ബ്രദറും ഫാമിലിയും പിന്നെ മാമിൻ്റെ സിസ്റ്ററും ഫാമിലി മാത്രം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് ക്ലോസ് ആയിട്ട് കുറച്ച് ഇൻറ്റിമേറ്റ് വെയിറ്റിംഗ് പോലെ 100-150 പേര് അത്രേ ഉണ്ടായിരുന്നുള്ളൂ.
വെരി പ്രോപ്പറായിട്ട് ഞാൻ ഇവിടെ ഡ്രസ്സിങ് ആണ് നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ എല്ലാവരും പോലെ കാണാം. പക്ഷെ ഞാനതൊരു കണ്ടിട്ടില്ല. ആ ടൈമിൽ എല്ലാവരും കണ്ട സമയത്ത് മാത്രമേ ഞാനും കണ്ടിട്ടുള്ളൂ. അവളെ നടന്ന് കയറി വരുമ്പോഴത്തേക്കും അപ്പോൾ അത് പറഞ്ഞ് ആൾക്കാർ ഇരുത്താൻ അതൊക്കെ ഒരു കുറച്ച് ഒത്തിരി ക്രൗഡുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെയും കുഴപ്പങ്ങളുണ്ട്. നമ്മൾ ഒത്തിരി പേര് മിസ് ചെയ്യും, കുറേ ആൾക്കാർ വിളിക്കാണ്ടാവും, അതൊക്കെ കേൾക്കുന്നുണ്ട്. അല്ല ഞാൻ കണ്ടപ്പോഴേ ഞാൻ പറയുന്നത് നിങ്ങളുടെ റീല് ഞാൻ കണ്ടത് തന്നെ വെഡിങ് ഗൗണിൽ വന്നിട്ട് കിസ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത് വിദേശിയായിരിക്കും. ഫാമിലീസ് ആർക്കും ഒരാളും ഒരു അയ്യേന്നോ ഇപ്പോഴത്തെ ട്രെൻഡിങ് റീൽസ് ഒക്കെ പോകുമ്പോൾ തന്നെ താലി കെട്ടുമ്പോൾ പല കുട്ടികളും കരയുകയും അവര് കൂടെ നിൽക്കുന്ന ഒരു നമ്മുടെ ആ ഒരു ഇമോഷണൽ ടൈമിങ്ങിന് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നല്ലോ, അതൊരു സമയത്ത് ഇങ്ങനെ ഹാപ്പൻഡ് ആയിട്ട് സെയിം എനിക്കും അതല്ല. ഞാനിതൊരു ഈവൻ ഞാൻ അവിടെ നിന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല. അത് എക്സ്പീരിയൻസ് കാണുക മാത്രമല്ല, എക്സ്പീരിയൻസോടെ ചെയ്യുക. ഫസ്റ്റ് ഗവൺ അപ്പം ഞാൻ ഈ ഇവൻറ്റുകാരെ മൊത്തം ഞാൻ വിളിച്ചിട്ട് പറയും, ഈ തലേദിവസം അവർ സ്റ്റേജ് തിരിച്ചിട്ടെ, എന്നിട്ട് അവരുടെ അടുക്കൽ പറഞ്ഞ് തിരിച്ചിട്ട്, കാരണം നടന്നിങ്ങി വരുമ്പോഴത്തേക്കും കാണാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. എനിക്ക് കാണാൻ പറ്റില്ല, അത് ബാഡ് ലക്കാണ്, അവരുടെ രീതിയിൽ ബാഡ് ലക്കാണ്. ഞാൻ ആ ഡ്രസ്സിങ് ഗൗൺ കാണുന്നത് ആ എല്ലാവരും കാണുമ്പം ആ തിരിഞ്ഞു നിന്ന് കാണുന്നതാണ്. യെസ്, കൾച്ചറും അതാണ് അവരുടെ രീതി. അപ്പം അത് മുമ്പേ കണ്ടു കഴിഞ്ഞാൽ ഒരുങ്ങി താഴെ ഇടുന്നതിന് മുമ്പ് കണ്ടു കഴിഞ്ഞാൽ ബാഡ് ലക്കാന്ന് പറയുക. അപ്പം അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ആൾക്കാരെ പറഞ്ഞു. പക്ഷേ ടു ബി ഫാമിലിയാണ്, അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. താലി കിട്ടിയിട്ടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു ഈ റീൽസ് കണ്ടതിന് ശേഷം ഒരുപാട് പേര് ഇൻബോക്സിൽ ഇങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ടാവണം ബ്രോ. ഒന്നും ചോദിച്ചില്ല, എനിക്കൊക്കെ മെസ്സേജ് വന്നേക്കുന്നത് നമുക്ക്. എന്താ മെസ്സേജ് വന്നേക്കുന്നത്? ഹായ് ഏഞ്ചൽ, ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ. മലയാളികളാണോ? എല്ലാരും ഉണ്ട്. മെസ്സേജ് എനിക്കൊന്നും വന്നിട്ടില്ല, പാവമുണ്ട് കേട്ടോ. അല്ല നമ്മള് കല്യാണ വീഡിയോന്ന് പോലും നോക്കുന്നില്ല, ഇവനെന്തോ കല്യാണ വീഡിയോ ആണെന്ന് പോലും നോക്കുന്നില്ല. ഗുഡ് മോർണിംഗ് ഏഞ്ചൽ. ഞാൻ ജേർണലിസം പഠിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവൻ ഇതുപോലെ തന്നെ ഒരു കുട്ടീനെ അവിടെ അന്ന് പഠിച്ചുകൊണ്ടിരുന്നത് IR പഠിച്ചുകൊണ്ടിരുന്ന കുട്ടീനെ സെറ്റ് ചെയ്ത് അവനിപ്പോൾ അവിടെ സെറ്റിൽഡ് ആണ്. അപ്പം അങ്ങനെയാണ് ഓരോരുത്തർക്കും അവർക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ അടുത്തിടെ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട് മലയാളി നേപ്പാളി കപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് താല്പര്യം തന്നെ ഒരു വിദേശത്തിൽ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ളതായിരുന്നു. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, അത് ഹാപ്പൻഡ് ആണ്. മനുവിന്റെ ഫേസിൽ എന്ത് പറ്റിയത്? മാർഗാണ് ജനിച്ചപ്പോഴുള്ള. ഇത് എപ്പോഴെങ്കിലും ഇവർ ചോദിച്ചിട്ടുണ്ടോ? ദേ വോണ്ട് ആസ്ക് യു ഇഫ് നമുക്ക് അത് അവസ്ഥ ഉള്ളതുകൊണ്ട് ഒരിക്കലും ചോദിക്കില്ലേ. നമ്മൾ അത്രയും ഫ്രണ്ട്സാണ്, അങ്ങനെ നമുക്ക് ചോദിക്കാനുള്ള അതുപോലെ മാത്രമേ അവർ ചോദിക്കുള്ളൂ. ഈവൻ ഒരു നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളും നമ്മുടെ അടുക്ക ചോദിക്കില്ല എന്ത് മുഖത്തൊന്നും. നമുക്ക് അത്രയും ക്ലോസ് ആണെങ്കിൽ മാത്രമേ ചോദിക്കുള്ളൂ. നമുക്കതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന്. പക്ഷെ അത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ നമ്മൾ കണ്ട് ചോദിക്കും എന്ത് പറ്റി. നമുക്കതൊക്കെ കൊച്ചിലോട്ട് കാണാൻ നമ്മൾ യൂസ്ഡ് ആണ്. അത് കാരണം അവിടെ ചോദിക്കാറില്ല ഇതുവരെ എന്നോട്. അങ്ങനെ നമ്മൾ ക്ലോസ് ആണെങ്കിൽ മാത്രമേ അവർ ചോദിക്കാറുള്ളൂ, അല്ലെങ്കിൽ അവർ ചോദിക്കില്ല. പീപ്പിൾ സ്റ്റേ നോക്കും എന്ത് പറ്റിയെന്നുള്ളൊരു ആ ഒരു ഓക്വേർഡ്നെസ് നമുക്ക് മനസ്സിലാവും. പക്ഷേ ചോദിക്കില്ല. When you know about it, how is it happen? No about it. It's all. കെൽസിയുടെ ഇംഗ്ലീഷ് എനിക്ക് കേൾക്കാനും പറ്റുന്നില്ല, മനസ്സിലാകാനും പറ്റുന്നില്ല. 2xലാന്ന് തോന്നുന്നത് പറയുന്നത്. Actually, she Canadian ആണ്, അതാണ് എനിക്ക് പ്രൊനൗൺസിയേഷൻ പിടിക്കാത്തത്. പ്രോപ്പർലി ഫസ്റ്റ് ഡേയിൽ ഞാൻ ഇവളുടെ വീട്ടിൽ പോയി കയ്യിലൊരു ഫ്ലവറൊക്കെ ആയിട്ട് തന്നു. യെസ്, പ്രോപ്പർ ഡേറ്റിംഗ്. ഈ കല്യാണം തന്നെ ഞങ്ങളുടെ എക്സ്പെൻസ് ആണ്. ഞാൻ ആരും കുറ്റം പറയത്തൊന്നുമില്ല. അത് ഇവിടെ നമ്മുടെ ഇതാണ്, നമ്മുടെ കൾച്ചർ അങ്ങനെ പോയതുകൊണ്ട് അവിടെ അത് ചെയ്യണം, നമ്മൾ ഇത് ചെയ്യണം, നമുക്ക് ഇത്ര പേർക്ക് അവിടെ കൊടുക്കണം, അങ്ങനെയൊക്കെ ഇല്ലേ. സോ ഐ ഡിഡ് നമുക്കാകണമെന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞത് കല്യാണം നടത്തും. ഇപ്പം എൻ്റെ പെങ്ങന്മാരെ കല്യാണം വെച്ചാൽ നമ്മുടെ സാധാരണ രീതിയിലൊക്കെ തന്നെ. അപ്പം ഞാൻ അമ്മ എന്നോട് പറയും, കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും പറഞ്ഞു അപ്പോൾ നമുക്കത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവിടെ നിന്ന് പോകണം, നമ്മൾ ഇവിടെ ആളെ വിളിക്കണം, അവർ നമ്മളല്ലെങ്കിൽ പിണങ്ങും. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നമ്മളെല്ലാം വിളിച്ചിട്ടുണ്ട്, കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എൻ്റെ കല്യാണം ഞങ്ങളുടെ കല്യാണമാണ്, അപ്പം അതിൽ വന്ന് പങ്കെടുക്കാനാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ, അതിൽ നമ്മളോട് സന്തോഷിപ്പിക്കാൻ അങ്ങനെയുള്ളൊരു മതി ഫാമിലി. അപ്പം അങ്ങനെയുള്ളൊരു അതാണ് ഇൻറ്റിമേറ്റഡ് ആയിട്ട് കല്യാണം നടത്തുക. ഇപ്പം മൊത്തം എക്സ്പെൻസും വി ബോത്ത് നോ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ തന്നെ
ചെയ്ത കല്യാണമാണ്. ഗോൾഡ് സാരി എടുത്തതിന് കാണും ഓരോ ഓർണമെന്റ്സ്, അതൊന്നും ഗോൾഡ് അല്ല. നമ്മൾ പോയിട്ട് റെന്റൽ അല്ല, അത് ഇച്ചിരി പൈസയേ ഉള്ളൂ. ഗോൾഡ് ജ്വല്ലറി ജ്വല്ലറി ആയിട്ട് തന്നെ മേടിച്ചു. ഷീ ഡസന്റ് ലൈക്ക് ഗോൾഡ് എനിവേസ്. അങ്ങനെ ഇടാറില്ല, അവർ കളർ സ്യൂട്ട് അല്ല. സിറ്റിസൺഷിപ്പ് കിട്ടി അവിടുത്തെ? ഇല്ല, ഞാൻ എൻ്റെ വർക്ക് വിസയില, ഞാൻ സ്പൗസ് വിസയിലൊന്നും അല്ല. സ്വന്തം വർക്ക് വിസ. ഇനിയിപ്പം അവിടെ തന്നെ സെറ്റിൽഡ് ആവും അതോ ഫാമിലി ഇല്ലേ ഇപ്പം വന്നിട്ട് അവളവിടെ തന്നെ അല്ലേ, ഇടാൻ പറ്റില്ല. Do you like Kerala? Yes, I love it. Do you have any plan to shift here? I really look forward to coming back again to visit, but it's very hot here. If there was somewhere a little bit cooler, I would definitely live here because it's amazing. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് ഇവിടെ വന്നിട്ട്. ഇപ്പൊ ഈ മൂക്ക് കുത്തിയതാണോ? നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ ഒരുമിച്ച് കുത്തിയത്. We did it for his birthday. ബർത്ത്ഡേക്ക് കുത്തിയതാണല്ലേ? ഒരാൾ വലത്തും ഒരാൾ ഇടത്തും. എനിക്ക് വലത്തെ സൈഡ് ഇഷ്ടം. അവിടെ ഇപ്പൊ ജോലി എന്താണ്? കെയർ ഹോമില. കക്ഷി എന്തോ പഠിക്കുവാന്ന് പറയുന്നത്? നഴ്സിംഗ് പഠിക്കുവാണ്. അവിടെ അങ്ങനെ ഇത്ര ഇതൊന്നും ഇല്ലല്ലേ? എപ്പോ വേണേലും അവർക്ക് പഠിക്കാൻ പറ്റുന്നത് പഠിക്കാം. ഇപ്പൊ ഇതിപ്പോ കേരളത്തില് രജിസ്റ്റർ ആക്കി. കല്യാണം രജിസ്റ്റർ. അവരുടെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. അമ്മ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്ന ഒരു നമ്മുടെയൊക്കെ കേരളത്തിൽ ഈ കല്യാണം കഴിച്ചിട്ട് അല്ലെങ്കിൽ കുഞ്ഞായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ ഭയങ്കരമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യും. ഇവിടെ ഭയങ്കര കെയറിങ് പ്രൊട്ടക്ഷനും ആണ്. മാത്രമല്ല ഭർത്താക്കന്മാർക്ക് അധികം ജോലിയില്ല. എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ അമ്മയുണ്ട്, അച്ഛൻ്റെ അമ്മയുണ്ട്, അങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കുഞ്ഞ് ഓൾറെഡി നേരത്തെ വന്നു, അപ്പം എങ്ങനെ ആരായിരുന്നു ഇതൊക്കെ? അത് ഭയങ്കര ഞാനും അത് കുത്തി ഉണ്ടാകുന്നത്. ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ ഹോസ്പിറ്റലിൽ ആൾക്കാരുണ്ട്. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞായിട്ട് നേരെ വരുന്നു. അന്നോട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അമ്മ ഉണ്ട്, ഇവിടെ അമ്മ നമ്മുടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്. അവർ വേറെ വീട്ടിലാണ്. പക്ഷേ പുള്ളിക്കാരി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ നോക്കണം. എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുന്നു. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് നമുക്ക് തോന്നുന്നത് ഇത്തരം പ്രൊട്ടക്ഷൻ്റെ കാര്യമുണ്ടോ എന്ന്. അല്ല, അത് കുറച്ചുകൂടെ ഓവർ പ്രൊട്ടക്റ്റ് ആണ്. സ്ത്രീകൾക്ക് കുറച്ചുകൂടെ കംഫർട്ട് ഇതാണെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, എനിക്ക് ആസ് എ ഫാദർ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. എന്ത് ചെയ്യാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. ഫസ്റ്റ് ഇന്ന ടൈം ഷീ ഡസൻറ്റ് നോ എനിത്തിങ്, ഐ ഡോണ്ട് നോ എനിത്തിങ്. അപ്പം നമുക്ക് അതിനാണ് അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ വിളിക്കാനോ അവർ പറയും എന്നാ ചെയ്യേണ്ടതെന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ട്. അത് വേറെ. സ്റ്റിൽ എല്ലാം ഞങ്ങൾ തന്നെ കണ്ട് പഠിച്ചു എന്നുള്ളൊരിതില്ലേ, കംഫർട്ടായിട്ട്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ വന്നിട്ട് ലൈക്ക് നമ്മുടെ പിള്ളേരെ ഓവർ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തോന്നുന്നു. തീർച്ചയായും. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരാൾ ഗർഭമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗർഭത്തിൽ തൊട്ട് അമ്മ ഫോം വിളിക്കുമ്പോൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ലേ, ഇത് ചെയ്യിപ്പിക്കില്ലേ. നമ്മൾ ഇവിടെ നമ്മൾ ഒരു മാസം ആയും തന്നെ എല്ലാവരോടും പറയും, എല്ലാവരും അറിയും. തരുവൺ സേ ടു എനിവൺ. 4-5 മാസം കഴിയേണ്ട ആരും അറിയില്ല, പറയില്ല. അപ്പം നമുക്ക് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് അത് ഇവരുടെ ഹെൽത്തിൻ്റെ ഒക്കെ ആയിരിക്കും. അവർക്ക് അതിൻ്റെ കുഴപ്പമില്ല, അവർക്ക് ജോലി ചെയ്യാനും നമ്മളോട് ജോലി ചെയ്യിക്കില്ലേ. അമ്മ എപ്പോഴും ഞാൻ വിളിക്കും, പറയാം അവളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്, ഇവർക്ക് ചെയ്തത്. ഇവളത് കയറുന്ന അവൾക്ക് എന്തിനാ ചെയ്യുന്നത്, അവൻ ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ പറയും. ഞാൻ ഇവിടെ ഭയങ്കര എല്ലാ കാര്യത്തിനും ഒരു ഓവറായിട്ട് ഇതുണ്ട്. കുളിപ്പിക്കാനൊക്കെ അവിടെയും അവർ ഫോളോ ചെയ്യുന്നത് ഓയിലിട്ട് കുളിപ്പിക്കലൊക്കെയാണ്. ഒരുപാട് തിരുമിയല്ല, ഓയിലിട്ട് മസാജ് ചെയ്യുന്നതൊക്കെ. ഞാനിവിടുന്ന് നമ്മുടെ വെളിച്ചെണ്ണയിട്ടാണ് കൊച്ചിനെ കുളിപ്പിക്കാനൊക്കെ എടുക്കുന്നത്. അത് നല്ലതാണ്. പക്ഷെ അത് മാത്രമാണ് എന്നല്ല. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലോ ലൈക്ക് മസാജ് വി യൂസ് കോക്കനട്ട് ഓയിൽ ഇറ്റ്സ് ഗുഡ് ഫോർ മസാജിന്. അത് നമ്മൾ തിരുമുന്ന പോലെ അങ്ങനെ തിരുമലൊന്നുമില്ല, എന്നാലും തേക്കാറുണ്ട്, നമ്മുടെ ഇതും ചെയ്യാറുണ്ട്. കണ്ണെഴുതാറില്ല കൊച്ചിനെ, കണ്ണെഴുതാറില്ല. അതെനിക്ക് എടുത്ത് പറഞ്ഞ ഇഷ്ടമായി. ഇവിടെ ആണെങ്കിൽ ഇവിടെ പൊട്ട് കാലിന്റെ അടി പൊട്ട്. എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റൽ ബേബി കൊച്ചിന്റെ മുഖം കാണാൻ എന്ത് രസമാണ്, വരച്ച് കുളമാക്കിയിട്ട്. ഇവിടെ പറയാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നത് അപ്പൊ കണ്ണ് കിട്ടും. ഇറ്റ്സ് ലൈക്ക് എ റിച്വൽ. വി കാൺട്ട് സേ ഇറ്റ്സ് എ റിച്വൽ. ഇറ്റ്സ് എ സിസ്റ്റം എന്ന് വേണേ പറയാം അല്ലേ? We can say following system, some kind of following system. We are, when the newborn baby, they are put some എന്തെന്ന് പറയുന്നത്, കൺമഷി in English, kajal. They are putting here. She knows draws. She says drawing.
Some people badly draw. If it is like കോളേജ് പഠിക്കുന്ന സമയത്താണ് അവൾ പ്രഗ്നൻ്റ് ആവുന്നത്. ആൾ പ്രഗ്നൻ്റ് 1 year ബ്രേക്ക് കോളേജ് കൊടുക്കും മെറ്റേണിറ്റിക്ക് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അതും കൊടുക്കും അവർ. അങ്ങനെ സിസ്റ്റം ഉണ്ട്. അതും വേറെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സിസ്റ്റം ഉണ്ട്. അതും നമ്മൾ നോക്കണം. ഇവിടെ അങ്ങനെ നമുക്ക് മെറ്റേണിറ്റി സിസ്റ്റം ഒന്നും ഇല്ലെങ്കിൽ കൂടി ആ മെറ്റേണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്ക് തന്നെ കൊടുക്കണം. കുളിപ്പിക്കാൻ അമ്മേനെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊടുക്കണം. നല്ല എമൗണ്ട്. ഇവിടെ കുളിപ്പിക്കുക അങ്ങനത്തെ ഒരു ഇതില്ല. അവർ കുളിപ്പിക്കണം. When you're pregnant, after delivery, when you start bath, shower next day. Like, for me, yeah, you shower the same day. Same day. അതും ഫോർസെപ്സ് ആയി നമ്മൾ തിയേറ്ററിൽ പോയി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഇത്തിരി ഷോൾഡർ തട്ടിയിട്ടപ്പം ഫോർസെപ്സ് എടുത്താണ് കുഞ്ഞിനെ എടുത്ത പുറത്ത്. എന്നിട്ട് വന്ന് അവിടെ നോർമലായിട്ടാണ് ആൾക്കാർ, നമ്മൾ നേഴ്സുമാർ പോലും കുഞ്ഞ് അങ്ങനൊന്നും ഇല്ല, നോർമൽ ആളെങ്ങനെ നോക്കുന്നത് പോലെ നോക്കുള്ളൂ. അന്ന് തന്നെ അവൾ കുളിക്കുകയൊക്കെ കഴിഞ്ഞു. ഈ കെയർ ഹോമിൽ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഭയങ്കര പാടാണ്. ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ വിദേശത്ത് പോയിട്ട് ജോലി ഇല്ലാണ്ട് നിന്നിട്ട് കെയർ ഹോമിൽ നിന്നിട്ട്. എങ്ങനെയുണ്ട് കെയർ ഹോമിൻ്റെ എക്സ്പീരിയൻസ്? എനിക്ക് കുഴപ്പമില്ല. പലർക്കും പല രീതിയാണ്. ഞാൻ സ്ഥലത്തും ആദ്യം വർക്ക് ചെയ്ത സ്ഥലത്തും ഞാൻ ഹാപ്പിയായിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്തും ഹാപ്പിയാണ്. നല്ല മാനേജ്മെൻ്റാണ്. അത് ഓരോരുത്തർ കിട്ടുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെയൊക്കെ ഇരിക്കും. അവിടെ കോഴ്സ് ചെയ്യണം നമ്മൾ. ഇപ്പം ഈ കയറി വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൊമോഷൻ പോലെ തന്നെ നമ്മൾ കരിയറായിട്ട് പിന്നെ കോഴ്സ് ചെയ്യുക, ടീം ഡ്രൈവ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. അതിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നോ? അങ്ങനൊന്നും ആരും വന്നിട്ടില്ല. വൈഫിനോട് ചോദിച്ചേ? After seeing us, did your friends or family asking for an Indian guy to get married? No, but I've been trying to get my friends to come over and get an Indian guy. I'm trying to get my sister to, but she says no. No. സിസ്റ്റർ വരെ പറഞ്ഞോ? പലർക്കും പല ഇതല്ലേ. അല്ല തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നല്ല. ഞാൻ പറഞ്ഞില്ല എനിക്കങ്ങനെ പോകണമെന്ന് അങ്ങനത്തെ ഒന്നും ഉണ്ടില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ഐ വാസ് ലുക്കിംഗ് ക്രിസ്ത്യൻ മാട്രിമോണി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കാണുന്നത്. ഈവൻ ഞാൻ ഡേറ്റ് ചെയ്യുമ്പോഴും ഐ വാസ് കീപ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ബിക്കോസ് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ഗോണ വർക്ക് ഔട്ട് ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മളത് സെയിം കല്യാണം കഴിക്കാൻ സമയമായപ്പോ ഒരാൾ വന്നു വർക്ക്ഔട്ട് ആവുമെന്ന് നോക്കി കല്യാണം കഴിച്ചു. അതും കുഞ്ഞിന്റെ സാന്നിധ്യത്തിൽ. ഇറ്റ്സ് വെരി ബ്ലെസ്സിങ്. എല്ലാപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ഇവിടെ കാര്യങ്ങളും അഫെയർ എല്ലാം ഉണ്ടായിരുന്നു. ഇതുപോലെ 5 വർഷമൊക്കെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ്. 5 വർഷത്തെ അഫെയർ ഒക്കെ ഉണ്ടായിരുന്നു. അഫെയർ എന്ന് പറയാൻ പറ്റില്ല, വൺ സൈഡ് എന്ന് പറഞ്ഞാൽ പറയാം. അതെങ്ങനെയാണ്? ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അത് പോയി ഇപ്പോൾ അതിൻ്റെ സമയം നമുക്ക് ഇല്ലെന്നുള്ളത്. വിഷമമൊന്നുമില്ല, വിഷമം തന്നെയല്ല, ആളോടും അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അത് നടന്നില്ല. അതുപോലെ തന്നെ പുള്ളിക്കാരിക്കും ഉണ്ടായിരുന്നു അതുപോലെ. അതും ഒരുപാട് വഴത്തിന്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം ഈ പുള്ളിക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പ്രോബ്ലംസ് ഒക്കെ പറയുമ്പോഴത്തേക്കും ഞാനൊരു ഫസ്റ്റ് എനിക്ക് അങ്ങോട്ട് താല്പര്യം ഉണ്ടെന്ന് കാണിക്കുന്നത് ഒരു പാട്ട് വെച്ചിട്ടാണ്. അങ്ങനെ കെയർ ഹോമിൽ നിന്നിട്ടൊരു പാട്ട് ഇട്ടിട്ടാണ് കാണിക്കുന്നത്. ലൈക്ക് ദ സോങ് ഷോൺ മെൻഡീസ് ഐ ട്രീറ്റ് യു ബെറ്റർ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. അത് കേൾപ്പിക്കുന്നത്. ഐ വാസ് ലൈക്ക് ലിസൺ ടു ദിസ് സോങ് ഇസ് ഗുഡ്. അപ്പം അത് ആൾക്ക് അങ്ങനെയാണ് ഓക്കെ ഡേറ്റിന് പോവാമെന്നുള്ളൊരു ഇന്റർവ്യൂല് ഫുള്ള് കെൽസി ഇങ്ങനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എവറി ടൈം ഷീ ഈസ് ലുക്കിംഗ് ലൈക്ക് ദിസ്. See, I'm married to her. അതെ നിങ്ങൾ കല്യാണം കഴിച്ചു, ഞങ്ങൾ സമ്മതിച്ച്, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനിവിടെ ലോഡിൽ പോയി നിർത്തിട്ടായിരിക്കും. When you meet his mother first time, what about your feelings? It just feels like family, like straight away, just because everyone here is so welcoming and so like accepting. It was just so lovely. We actually had a video when we first walked into their house as a surprise. They didn't know we were ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു സമയം. ഞങ്ങൾ രണ്ടുപേരും വന്ന് കയറുമായിരുന്നു വീട്ടിലോട്ട്. ഭയങ്കര സർപ്രൈസ് ആയി. കരച്ചില്ല കുഞ്ഞിനെ കണ്ടപ്പോഴായിരിക്കും ആദ്യം തീവ്രമായി. ഞാൻ എന്നെ കാണുന്ന 5 വർഷം കഴിഞ്ഞിട്ടല്ലേ. ഓക്കെ, എന്താണെങ്കിലും ഇവര് ഇന്ന് സ്കോട്ട്ലൻഡിലേക്ക് പോകുന്ന വഴിക്ക്, നെടുമ്പാശ്ശേരിക്ക് പോകുന്ന വഴിക്ക് കൊച്ചിയിൽ വലിച്ചിറക്കി ഞാൻ ഇന്റർവ്യൂ എടുത്താണ്. എന്നെ വീഡിയോ കണ്ട് ഭയങ്കര സന്തോഷം തോന്നി. നമ്മളുടെ ആളുകൾ പറയുന്ന പോലെ നമുക്ക് ചില വീഡിയോ കാണുമ്പോൾ തോന്നും ഇത് ഓടാറില്ല, അത് സെക്കൻഡറിയാണ്, നമുക്ക് അവരോട് സംസാരിക്കണം, ആ ഹാപ്പിനെസ് നമുക്ക് അനുഭവിക്കണം എന്നൊക്കെ തോന്നി. ചില 2 കൾച്ചറാണ്, എല്ലാം കൊണ്ടും ഭയങ്കര രസമാണ്. അപ്പം അത് ഡിഫിക്കൽട്ടാണ് നമ്മൾ ചെയ്തിട്ട്. പുള്ളിക്കാരിക്ക് പറ്റുമെന്നറിയില്ല, അവൾക്കും ഉണ്ടാവും നമ്മളെടുക്കൽ വന്നിട്ട് ആൾക്കാർ പറയുക
നമ്മൾ വന്ന ഉടനെ പറയൂ അയ്യോ കൊച്ചിനെ ഇങ്ങനെ നോക്കണം, നമുക്ക് ഓൾറെഡി ഞാൻ വാൺ ചെയ്തിട്ടാണ് ഇതുപോലെ ഓവറായിരിക്കും, എല്ലാവരും ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും, അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറയുന്നത്. പിന്നെ കുഴപ്പമില്ല. നേരത്തെ ഒരു പടം വരച്ച് ഞാൻ കൊടുത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ വരുമ്പോൾ നമ്മൾ എല്ലാം വേഴ്സായിട്ട് പറഞ്ഞു കൊടുത്തത്, ഇങ്ങനെ ആയിരിക്കും, ഇവിടെ വരുമ്പോൾ ഇങ്ങനെയാണ്, ഇവിടെ വരുമ്പോൾ ഇങ്ങനെയാണ്. ആ ഒരു വേഴ്സ് സിറ്റുവേഷനിൽ കൊണ്ടുപോയി പറഞ്ഞ് എപ്പിച്ചിരുമ്പോഴത്തേക്കും പേടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് കഴിഞ്ഞ് ഓക്കെ അതൊക്കെ ഉണ്ട്. പിന്നെ കൾച്ചർ ഇതുപോലെ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. നമുക്കും വീട്ടുകാരോട് പറയാനും. പക്ഷേ ഇത് തന്നെ നമ്മുടെ വീട്ടുകാരും നമ്മുടെ ആൾക്കാരും കൂടെ നിൽക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ആംബിയൻസും. അപ്പോൾ അവരുടെ അടുക്കൽ നമ്മൾ പോയിട്ട് ഇതുപോലെ അവരുടെ എല്ലാവരും ഓക്വേർഡായിട്ടിരിക്കുകയാണെങ്കിൽ അതും ഹാപ്പി ആവില്ല. ഫാമിലി വേണം. അതങ്ങനെയാണ്. പക്ഷെ കുഴപ്പമില്ല, എന്താ ഭംഗിയായിട്ട് നടന്നല്ലോ. അപ്പം see you again. Hopefully. Thank you. Yeah.